ഈ വേദിയിലേക്ക് കടന്നു വരുന്ന അടുത്ത മത്സരാർത്ഥി ആര് എന്നറിയാൻ നമുക്ക് ഈ പ്രൊഫൈൽ കാണാം. എൻ്റെ പേര് രേഷ്മ മാത്യു. ഞാൻ IBS സോഫ്റ്റ്വെയർ സർവീസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, 2 അനിയന്മാരുണ്ട്. അച്ഛൻ കേരള വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അമ്മ ഹൗസ് വൈഫ്. ബ്രദേഴ്സ് ജോനിലയം സ്കൂളിൽ 10th പഠിക്കുകയാണ്. ദ സ്പെഷ്യൽ തിങ് അബൌട്ട് മൈ ഫാമിലി ഈസ് എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് 2 കിഡ്നി ഉള്ളത്. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയന്മാർക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നടന്നത്. ഇപ്പോൾ അവർ ഓൾമോസ്റ്റ് സെറ്റിൽഡായി നിൽക്കുവാണ്. ദെൻ മൈ ഹോബീസ്, പാട്ട് പാടില്ല, ഡാൻസ് കളിക്കില്ല, വായിക്കാൻ ഇഷ്ടമാണ്, പിന്നെ നെയിൽ ആർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, ജ്വല്ലറി മേക്കിംഗ്, ഇതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടൊരു മൊമെൻറ്റ് GS പ്രദീപ് സാറിനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഹോട്ട് സീറ്റിലേക്കുള്ള എൻട്രി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിൽ മീറ്റ് യു അറ്റ് ഹോട്ട് സീറ്റ്. ബൈ. So that was the profile of Reshma Matthew. And Reshma, good evening. Welcome to the show. Thank you. You can pick a lot. നല്ല ഷഫിൾ ചെയ്ത് നിർത്തും. And you can move to the jury. രേഷ്മ, IBS-ൽ വർക്ക് ചെയ്യുന്നു. വീട് എവിടെയാ? നിയർ ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്ത് തന്നെയാണ് വീട്. ടെക്നോ പാർക്കിനടുത്ത് തന്നെയാണ് വീട്. ശരി. ശ്രീ VK ശ്രീരാമൻ, രേഷ്മ മാത്യുവിന്റെ മനസ്സിലിരിപ്പ് താങ്കൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. സഹായിക്കാൻ ശില്പ തയ്യാറാണ്. ഇരിക്കുന്നു. താങ്ക് യു. രേഷ്മ, വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 2 ബ്രദേഴ്സ്, ട്വിൻസ് ആണ്. ട്വിൻസ് ആണ്. അവർ കുഞ്ഞുനാൾ മുതൽ അവർക്ക് കിഡ്നിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 പേർക്കും ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഒരാൾക്ക് അച്ഛൻ കൊടുത്തു, ഒരാൾക്ക് അമ്മ കൊടുത്തു. പത്രത്തിലുണ്ടായിരുന്നു. യെസ്, ശരിയാണ്. ഒരു മകന് അച്ഛൻ്റെ ഒരു കിഡ്നി, ഒരു മകന് അമ്മയുടെ ഒരു കിഡ്നി, അല്ലേ? യെസ്. ബൈ ബർത്ത് ഉള്ള പ്രോബ്ലം ആയിരുന്നു. 3 years ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. 3 years ആയപ്പോൾ സ്റ്റാർട്ട്. അച്ഛനും അമ്മയും മക്കൾക്ക് വൃക്ക മാത്രമല്ല, ജീവിതം വരെ ദാനം ചെയ്യുന്നവർ. അവരുടെ ഓരോ നിമിഷവും മക്കൾക്ക് വേണ്ടി അവർ ദാനം ചെയ്യും. പക്ഷേ മക്കളോ? ഒരു കഥ പറഞ്ഞു തരാം. പണ്ട് വയസ്സായ അച്ഛൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. വയസ്സായ എന്ന് പറഞ്ഞാൽ ശ്രീ VK ശ്രീരാമൻ്റെ പ്രായമൊന്നുമല്ല. അദ്ദേഹത്തിന് ഈ താടി മുടിയൊക്കെ നരച്ചിട്ടുണ്ടെന്ന വലിയ പ്രായമൊന്നും ആയില്ല. ഇത് കുറച്ചുകൂടെ പ്രായമായ ഒരച്ഛൻ മകന് വലിയ ശല്യമായി. കാര്യം അച്ഛന് ചെവി കേൾക്കാൻ വയ്യ. ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വരുമ്പോൾ അച്ഛൻ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കും. പിന്നെ അവരെ വിളിച്ച് കുശലം പറയും. ഇതൊന്നും മകന് വലിയ പരിഷ്കാരിയായ മകന് വലിയ ബുദ്ധിമുട്ടായി. മകനൊരു ഉന്തുവണ്ടിയിൽ അച്ഛനെ ഇരുത്തി ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അങ്ങ് താഴെ ഇട്ടു വണ്ടിയോടെ. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മകൻ അച്ഛാ അപ്പൂപ്പൻ എവിടെ എന്ന് ചോദിച്ചു. അത് വലിയ ശല്യം അപ്പൂപ്പനെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇരുന്ന ഒരു ഉന്തുവണ്ടിയിൽ അപ്പൂപ്പനെ കൊണ്ട് കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി താഴെ ഇട്ടു എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ വല്ലാത്ത കരച്ചിൽ. അപ്പോൾ ചോദിച്ചു, മോനെ എന്ത് പറ്റി? നിനക്ക് അപ്പൂപ്പനെ അത്ര ഇഷ്ടമായിരുന്നു? അതല്ല, ആ ഉന്തുവണ്ടി അച്ഛൻ കളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കാര്യം അച്ഛന് വയസ്സാകുമ്പോൾ എനിക്ക് അച്ഛനെ കൊണ്ട് കളയാൻ വേണ്ടേ ആ വണ്ടി എന്നാണ് കുഞ്ഞ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആൽമരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലേ? നമ്മളും ആൽമരങ്ങളാകും എന്ന് ഓർക്കുന്നുമില്ല. തുടങ്ങാൻ രേഷ്മ. രേഷ്മയോടൊപ്പം നമുക്ക് പ്രവേശിക്കാം അറിവിൻ്റെ രശ്മികളുടെ കൂടാരത്തിലേക്ക്. യാഗം. രേഷ്മ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ, ഇന്ത്യൻ, മലയാളി,
കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞോളൂ. No. ആ കഥ ആലോചിച്ച് സങ്കടത്തിരിക്കുകയാണോ? No. അല്ല, അത് ചോദ്യമല്ല കേട്ടോ. സങ്കടത്തിരിക്കുകയാണോ എന്നുള്ളത് അത് കൂട്ടാൻ പറ്റില്ല. Okay. സൗത്ത് ഇന്ത്യൻ? No. നോ. ജീവിച്ചിരിപ്പുണ്ടോ? Yes. യെസ്. Yes. 50 വയസ്സിന് മുകളിൽ പ്രായം? No. ഇല്ല. No. സ്പോർട്സ്? No. നോ. രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണോ പ്രധാനം? നോ. ആണ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം, മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നാണ് പ്രധാനം. ഹാഫ്. ബാക്കി പറയൂ. ഹാഫ് ഗേൾ ഫ്രണ്ട്? Yes. അതെ, ഹാഫ് ടൈം ആയതേ ഉള്ളൂ. 8 ചോദ്യമല്ലേ ആയുള്ളൂ. ഹാഫ് ടൈം ആയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഹാഫ് ഗേൾ ഫ്രണ്ടാണ്. അതെ. സോ ഇറ്റ് ഈസ് ഹിം, ചേതൻ ഭഗത്. Yes. ശില്പ. ചേതൻ ഭഗത്. ദി ന്യൂയോർക്ക് ടൈംസ് ദിനപത്രം ഭഗത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വിലപിടിപ്പുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് കഥാകൃത്ത് എന്നാണ്. ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന അദ്ദേഹം ദ ഗാർഡിയൻ, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ദൈനിക് ഭാസ്കർ തുടങ്ങി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ കോളമിസ്റ്റുമാണ്. ചെറിയ കാലയളവിൽ ഇന്ത്യൻ ജനതയെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടാകിലും സാധാരണക്കാരന്റെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ മുഖ്യ വിഷയം. ലളിതമായ ഭാഷയാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലെ പ്രധാന ഘടകം. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകതയും. 1974 ഏപ്രിൽ 22 പടിഞ്ഞാറൻ ഡൽഹിയിൽ ഒരു മധ്യവർഗ കുടുംബത്തിൽ പിറന്ന ചേതൻ ഭഗത് ജനപ്രിയമായി മാറിയ 5ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ അശ്വോപഹാരം രേഷ്മയ്ക്ക് അല്ല, ഇത് രേഷ്മയുടെ അച്ഛനും അമ്മയ്ക്കുമുള്ള ഞങ്ങളുടെ സ്നേഹോപഹാരം, വിനയപൂർണ്ണമായ ഉപഹാരം. This is a casual, a simple gift for you from Mir Realtors. മഹാഗണിയിൽ നിന്ന് ഇലകൾ കൊഴിയുന്നത് പോലെ ദിവസങ്ങൾ അടർന്നു വീഴും. കലണ്ടറിൽ നിന്ന് ആഴ്ചകളുടെയും മാസങ്ങളുടെയും പക്ഷികൾ പറന്നുപോകും. നമ്മുടെയും ശിരസ് നരയ്ക്കും. നമുക്കും വല്ലാതെ പ്രായമാകും. നമ്മുടെയും ശരീരത്തിൽ ചുളിവുകൾ വീഴും. മനസ്സ് നരയ്ക്കാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ അപ്പോഴും മനസ്സിലുണ്ടാകണം ഒരു ബാല്യം. വാർദ്ധക്യം എന്ന 2ാം ബാല്യത്തിലും മനസ്സിലുണ്ടാകണം ബാല്യം. ഗുഡ് നൈറ്റ് ഫ്രം GS.